ഗേറ്റിന് വെളിയിൽ കാറിൻ്റെ ഹോൺ മുഴങ്ങിയപ്പോൾ അശ്വതി എഴുന്നേറ്റു. അങ്കിളും ആൻറ്റിയും വന്നെന്ന് തോന്നുന്നു. നീ പ്രയാസപ്പെടേണ്ട. കോമള ചെന്ന് വാതിൽ തുറന്നോളൂ. വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ണുകളെടുക്കാതെ ദീപ്തി പറഞ്ഞു. അതിന് ആര് പറഞ്ഞു ഞാൻ ഗേറ്റ് തുറക്കാൻ പോവാണെന്ന്? അശ്വതി നിഷ്കളങ്കത നടിച്ചു. അങ്കിളിൻ്റെ മോൻ അജിത്ത് അമേരിക്കയിൽ നിന്ന് MCA കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ വരുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നീ ആൻറ്റിയെയും അങ്കിളിനെയും സോപ്പിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പൊടി. നാണം കൊണ്ട് അശ്വതിയുടെ മുഖം തുടുത്തു. ദീപ്തി പൊട്ടിച്ചിരിച്ചു. കുറച്ചു മുമ്പ് ഏതോ ഒരുത്തിനെ കണ്ടപ്പോൾ തന്നെ നീ പ്രേമത്തിൽ വീണു. അജിത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ പുള്ളി നിൻ്റെ വുഡ്ബിയായി. എലിജിബിളായ ബാച്ചിലേഴ്സിനെ കാണുമ്പോൾ തന്നെ നീ ഇങ്ങനെ വീഴുന്നത് ഒട്ടും നന്നല്ല എൻ്റെ അശ്വതി, ദീപ്തി അവളെ ഉപദേശിച്ചു. എടി, മനുഷ്യരായാലും ഇത്തിരി സൗന്ദര്യബോധം വേണം. സുന്ദരനായ ഒരു പുരുഷനെ കണ്ടാലൊന്നും നോക്കാത്തവൾ ഒരു പെണ്ണല്ല. കാണണം, സൗന്ദര്യം ആസ്വദിക്കണം, വേണ്ടി വന്നാൽ കുറച്ച് സ്വപ്നങ്ങൾ നെയ്യണം, അശ്വതി പറഞ്ഞു. അടുത്ത സുന്ദരനെ കാണുന്നത് വരെ അല്ലേ? ദീപ്തി അവളെ പരിഹസിച്ചു. എടി, മനുഷ്യരായാൽ ബുദ്ധി മാത്രം പോരാ, വികാരങ്ങളും വേണം. എങ്കിലേ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയൂ. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വികാരങ്ങളില്ല, അശ്വതി വാദിച്ചു. കാണുന്ന ആണുങ്ങളെയൊക്കെ പ്രേമിക്കാനുള്ള വികാരമൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ സ്റ്റെയർ കേസ് കയറി മാലതി മുകളിലേക്ക് വന്നു. വെളുത്തു തടിച്ച മധ്യവയസ്കയാണ് അവർ. അവരെ കണ്ട് ദീപ്തി പെട്ടെന്ന് നിശബ്ദയായി. കൂട്ടുകാരികൾ രണ്ടുപേരും എന്തോ ചൂടുപിടിച്ച ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ, ചിരിച്ചുകൊണ്ട് മാലതി പറഞ്ഞു. അത് ആൻറ്റി, ഇവൾ പറയുകയാ നിങ്ങൾ രണ്ടുപേരും ഇന്ന് പോയത് അങ്കിളുടെ കൂട്ടുകാരൻ്റെ മകളുടെ മാരേജിനാണെന്ന്. ഞാൻ പറഞ്ഞു ആൻറ്റിയുടെ കൂട്ടുകാരിയുടെ മകൻ്റെ മാരേജിനാണ് പോയതെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൾ സമ്മതിക്കുന്നില്ല. ദീപ്തി പെട്ടെന്ന് ഒരു കഥയുണ്ടാക്കി. അശ്വതി അത്ഭുതത്തോടെ അവളെ നോക്കി. രണ്ടുപേരും പറഞ്ഞത് ശരിയാ. അങ്കിളുടെ കൂട്ടുകാരൻ്റെ മകളായിരുന്നു വധു. എൻ്റെ കൂട്ടുകാരിയുടെ മകനാണ് വരൻ, മാലതി പറഞ്ഞു. 3 പേരും ചിരിച്ചു. രാജീവിൻ്റെ കാര്യം പെട്ടെന്ന് അശ്വതിക്ക് ഓർമ്മ വന്നു. അങ്കിളിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ കുറച്ചു മുമ്പേ വന്നിരുന്നു. ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരു മാരേജിന് പോയിരിക്കുവാണെന്ന്. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞോ? ഇല്ല, പിന്നെ വന്ന് കണ്ടോളാം എന്നാണ് പറഞ്ഞത്. പേര് ചോദിച്ചില്ലേ അശ്വതി? ചോദിക്കാതെ തന്നെ പറഞ്ഞു, രാജീവ്. ഓ, രാജീവ് വന്നോ? അങ്കിളിന് മുംബൈയിലൊരു ഫ്രണ്ടുണ്ട്, ഹരിശങ്കർ മേനോൻ. പുള്ളിയുടെ മോനാ. ഇന്നലെ അങ്കിളിനെ മേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാജീവിയുടെ ഏതോ ജോലി കിട്ടി വന്നതാ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് പറയാനാണ് വിളിച്ചത്, മാലതി അറിയിച്ചു. എന്ത് ഹെൽപ്പ്? അശ്വതി വിട്ടില്ല. ദീപ്തി നിശബ്ദയായി എല്ലാം കേട്ട് ഇരുന്നതേയുള്ളൂ. താമസ സൗകര്യം ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ അക്കോമഡേഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മേനോൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അങ്കിൾ അത് തള്ളിക്കളയത്തില്ല. മേനോൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവൻ അങ്കിളിന്. ഇവിടെ താമസിപ്പിക്കാനോ? അശ്വതിക്ക് അത്ഭുതമായി. താഴെ ബെഡ്റൂം ഉണ്ടല്ലോ. അജിത്ത് വരുന്നതുവരെ രാജീവിന് അവിടെ താമസിക്കാം. അത് കഴിഞ്ഞ് വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ മതിയല്ലോ. അത് നേരാ, അങ്കിളിനൊരു കമ്പനിയുമാകും. അശ്വതി പിന്താങ്ങി. രാജീവ് നമ്പർ വല്ലതും തന്നോ? ഇല്ല ആൻറ്റി, ഞാൻ ചോദിക്കാനും വിട്ടു. അശ്വതിക്ക് നിരാശയായി. സാരമില്ല, രാജീവ് വരാമെന്നല്ലേ പറഞ്ഞത്. തൽക്കാലം വല്ല ഹോട്ടലിലുമായിരിക്കും താമസം. ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ട് വരാം. മാലതി താഴേക്കിറങ്ങിപ്പോയി. അശ്വതി ചെന്ന ദീപ്തിയുടെ കട്ടിലിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വാരഫലം കൃത്യമായി സംഭവിക്കുന്ന ലക്ഷണമുണ്ടടി, അവൾ ആവേശത്തോടെ പറഞ്ഞു. ദീപ്തി ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ജീവിത പങ്കാളിയാകാൻ പോകുന്ന പുരുഷനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമെന്നും മാരേജിന് മുമ്പ് രണ്ടുപേർക്കും റൊമാൻസിൽ ഏർപ്പെടാൻ സൗകര്യം കിട്ടുമെന്നുമാണ് എഴുതിയിരുന്നത്. രാജീവേട്ടൻ ഇവിടെ താമസം തുടങ്ങിയാൽ പിന്നെ റൊമാൻസിനാണോ പ്രയാസം? അയാൾ ഈ വീട്ടിൽ താമസത്തിന് വന്നാൽ അന്ന് തന്നെ ഞാനിവിടുന്ന് പോകും. എങ്ങോട്ട്? മനസ്സിലാകാത്ത മട്ടിൽ അശ്വതി അവളെ നോക്കി. ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക്. ശല്യം ചെയ്യാൻ പുരുഷന്മാരാരും ഇല്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് ഞാൻ കൂടിയത്, ദീപ്തി പറഞ്ഞു. അതെന്തിനാ നീ ഇവിടുന്ന് പോകുന്നത്? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പുള്ളി നിന്നെ ശല്യപ്പെടുത്താൻ വരില്ലടി, ആത്മവിശ്വാസത്തോടെ അശ്വതി നെഞ്ചു വിരിച്ചു നിന്നു. അപ്പോൾ നിനക്ക് അജിത്ത് ചേട്ടനെ വേണ്ടേ? അജിത്തേട്ടൻ വരുമ്പോഴേക്ക് ഇയാൾ പോകുമല്ലോ. അതുവരെയുള്ള റൊമാൻസ് മതി എനിക്ക്. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ആര് വേണമെങ്കിലും ഇവിടെ താമസിക്കാൻ വരട്ടെ. പക്ഷേ ആ നിമിഷം ഞാനിവിടുന്ന് മാറും. അശ്വതി അവളെ മിഴിച്ചു നോക്കി. രാജീവ് ഹോട്ടലിൽ ചെന്നപ്പോൾ ഫിലിപ്പ് റോയി അയാളെ കാത്ത് ലോബിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സുള്ള സുമുഖനായ ഫിലിപ്പ് റോയി. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിലെ മാനേജറായിരുന്നു അയാൾ. രാജീവിനെ കണ്ട് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഐ ആം ഫിലിപ്പ് റോയ്, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഹായ് ഫിലിപ്പ്. രാജീവ് അയാളുടെ കൈപ്പിടിച്ച് കുലുക്കി. ഫിലിപ്പ് 2-3 തവണ വിളിച്ചിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ സൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ് ആദ്യം വിളിച്ചത്. വരുന്ന സമയം അറിയിച്ചതിനാൽ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയാനാണ് വീണ്ടും വിളിച്ചത്. ഹോട്ടലിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അപ്പോൾ തന്നെ രാജീവ് അറിയിച്ചതാണ്. പക്ഷേ യാത്രയൊക്കെ സുഖമായിരുന്നോ സാർ? ഫിലിപ്പ് ഉപചാരപൂർവ്വം ചോദിച്ചു. ഉവ്വ്, കുഴപ്പമില്ലായിരുന്നു. റോയി വരൂ, എൻ്റെ റൂമിലേക്ക് പോകാം, രാജീവ് ക്ഷണിച്ചു. കോറിഡോറിലൂടെ സൂട്ടിലേക്ക് അവർ സംസാരിച്ചു കൊണ്ട് നടന്നു.
റോയി എത്ര നാളായി കോണ്ടിനെൻറ്റിൽ ചേർന്നിട്ട്? 1 വർഷം കഴിഞ്ഞു സാർ. താമസം എവിടെയാണ്? വഞ്ചിയൂര്. വിത്ത് ഫാമിലി? യെസ്, ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ല. നാൻസിയും ടെക്നോ പാർക്കിൽ തന്നെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗുഡ്. രാജീവ് സൂട്ട് തുറന്നു. വരൂ. അവർ അകത്തേക്ക് കയറി. ഇരിക്കൂ ഫിലിപ്പ്. അവരും സിറ്റുകളിൽ മുഖാമുഖം ഇരുന്നു. നാളെ സാർ എപ്പോഴാണ് ഓഫീസിലേക്ക് വരുന്നത്? ഫിലിപ്പ് ചോദിച്ചു. 9-ന് ഞാൻ റെഡിയാകും. ഞാൻ കാർ അയക്കാം സാർ. വേണ്ട ഫിലിപ്പ്, എൻ്റെ കാറുണ്ടല്ലോ, ഞാൻ വന്നോളാം. അത് വേണ്ട സാർ, ഫസ്റ്റ് ഡേ അല്ലേ. ഓഫീസ് കണ്ടുപിടിക്കാൻ സാർ ബുദ്ധിമുട്ടും. മാത്രമല്ല സാറിന് വേണ്ടി കമ്പനി വക ഡ്രൈവർ സഹിതം ഒരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സഹിതം ഒരു കാർ ഉപയോഗിക്കുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് രാജുവിന് തോന്നി. സ്വാതന്ത്ര്യം കുറയും. തൻ്റെ തിരുവനന്തപുരം ജീവിതം ഇത്തിരി രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം. എപ്പോൾ എങ്ങോട്ട് പോകേണ്ടി വരും, ആരെ കാണേണ്ടി വരും, അതൊന്നും വേറെ ആരും അറിയാൻ പാടില്ല. ദീപ്തി എവിടെയാണ് താമസമെന്ന് കണ്ടുപിടിക്കണം. കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ അവളുമായി അടുപ്പത്തിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ ഫിലിപ്പ്, നാളെ വണ്ടി വിട്ടോളൂ. ബട്ട് ഐ പ്രിഫർ സെൽഫ് ഡ്രൈവിംഗ്. ഫിലിപ്പ് അത് കേട്ട് പുഞ്ചിരിച്ചു. പക്ഷേ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ നമ്മുടെ ക്ഷമ നശിക്കും സാർ. ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് റിലാക്സായി യാത്ര ചെയ്യാം. അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് രാജീവിന് തോന്നി. ഫിലിപ്പിനെ കുടിക്കാൻ എന്താണ്, കോഫി പറയട്ടെ? പെട്ടെന്ന് രാജീവ് ആതിഥ്യമര്യാദ ഓർത്തു. ഒന്നും വേണ്ട സാർ. സാർ കംഫർട്ടബിൾ ആണെന്നറിയാൻ വന്ന ഞാൻ. മാഡം പ്രത്യേകം പറഞ്ഞിരുന്നു. താരമാധവിൻ്റെ ഓർമ്മയിൽ രാജീവ് ചെറുതായി ഒന്ന് ഞെട്ടി. ഇനി അവളെ ഇടയ്ക്കിടെ കാണാതെ പറ്റില്ല. തൻ്റെ ബോസാണല്ലോ അവൾ. മാഡം ഇപ്പോൾ എവിടെയുണ്ട്? ചെന്നൈയിലാണ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചെത്തും. നാളത്തെ മീറ്റിങ്ങിൽ മാധവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ തന്നെ കളി തുടങ്ങുകയാണ്. ആരാണ് ജനറൽ മാനേജർ? രാജീവ് ചോദിച്ചു. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസിയെക്കുറിച്ച് പൊതുവെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കേണൽ രമേഷ് സക്സേന. കരസേനയിൽ 10-20 വർഷത്തെ സർവീസുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയർ ആയിരുന്നു. രാജീവ് മെല്ലെ തലകുലുക്കി. IT കമ്പനികളിൽ കേണൽമാർ എന്താണ് ഇത്ര ആകർഷണീയത കാണുന്നത്? ഫിലിപ്പ് തന്നെ ഉടനെ ഉത്തരവും കൊടുത്തു. കമ്പനിയിലെ ഡിസിപ്ലിൻ, സെക്യൂരിറ്റിയൊക്കെ മിസ്റ്റർ സക്സസേനയുടെ കയ്യിൽ ഭദ്രമാണ്. നല്ല കമാൻഡിങ് പവറുമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് കൃത്യസമയത്ത് നടന്നിരിക്കും. ഇപ്പോൾ തന്നെ എത്ര പേരുണ്ട് കമ്പനിയിൽ? 3 ഷിഫ്റ്റുകളിലായി 800-ലധികം എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും. കമ്പനിയെക്കുറിച്ച് അത്യാവശ്യ വിവരങ്ങൾ ഫിലിപ്പിൽ നിന്ന് രാജീവ് ചോദിച്ചറിഞ്ഞു. ഒടുവിൽ അയാൾ പോകാനായി എഴുന്നേറ്റു. അപ്പോൾ നാളെ കാണാം സാർ. താങ്ക് യു ഫോർ കമ്മിങ്. ഫിലിപ്പ് യാത്ര പറഞ്ഞു പോയി. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലായിരുന്നതുകൊണ്ട് രാജീവ് കുറേ നേരം TV കണ്ടു. പിന്നെ ഉറങ്ങി. ഉണർന്നെഴുന്നേറ്റു, കുളിച്ചു. അത് കഴിഞ്ഞ് സിത്താരയുടെ അമ്മയെ വിളിച്ച് അല്പനേരം സംസാരിച്ചു. അപ്പോഴാണ് ജോൺ നെല്ലിവേലിയുടെ വിളി വന്നത്. രാജീവ് എവിടെയാണിപ്പോൾ? ഹോട്ടലിലാണ്. ഞാനും ഹോട്ടലിലാണ്. ഒരു ബിയറുമായിട്ടിരിക്കുന്നു. തനിക്കിപ്പോൾ ബോറല്ലേ അവിടെ, കമ്പനി കൂടാൻ ആരുമില്ലാതെ? ശരിയാണ്. ഞാനിന്ന് നമ്മുടെ ഇൻസ്പെക്ടർ ജഹാംഗീറിനെ കണ്ടിരുന്നു. അയാൾ ഇത്തിരി ചൂടിലാണ്. എന്താ കാര്യം? ഉത്കണ്ഠയോടെ രാജീവ് ചോദിച്ചു. താൻ പുതിയ ജോലി കിട്ടി തിരുവനന്തപുരത്തേക്ക് പോയത് അറിയിക്കാതെയാണ് പോലും. പുള്ളിക്ക് അതത്ര രസിച്ചില്ല. അതിന് ഞാൻ സംസ്ഥാനം വിട്ടു പോയില്ലല്ലോ. ചിലപ്പോൾ അയാൾ തന്നെ വിളിച്ചേക്കും. അത് സാരമില്ല, അയാളെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോൺ വറി. അല്പനേരം കൂടി സംസാരിച്ച ശേഷമാണ് ജോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. രാത്രിയിൽ രാജീവ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ മിസ് താര മാധവാനാണ് വിളിക്കുന്നത്. സമയം 11:30 മണി. ഹലോ. ഹലോ രാജീവ്. ഉറങ്ങാൻ കിടന്നില്ലല്ലോ. വളരെ മൃദുവായ സ്വരമായിരുന്നു അവളുടേത്. ഇല്ല, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ആക്കളത്ത് എനിക്കൊരു വീടുണ്ട് അവിടെ. അവൾ ഇന്ന് ചെന്നൈയിൽ നിന്ന് വരുമെന്ന് ഫിലിപ്പ് പറഞ്ഞിരുന്നല്ലോ. ഹോട്ടൽ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വില്ല വാങ്ങിയത്. ആക്കളം കായലിനെ ഫേസ് ചെയ്യുന്ന ഒരു ബംഗ്ലാവ്. വൺ ഡേ യു മസ്റ്റ് കം ഹിയർ. ഇവിടെ 2ാമത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരു ദിവസം ഞാൻ വരാം. താരയെ അടുത്തറിയണമെങ്കിൽ പോകണം, കാണണം, സംസാരിക്കണം. ചെന്നൈയിൽ നിന്ന് നേരെ കൊച്ചിക്ക് പോകാനാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. രാജീവിന് വേണ്ടിയാണ് ഞാനത് മാറ്റി തിരുവനന്തപുരത്തേക്ക് വന്നത്. വെരി നൈസ് ഓഫ് യു, അയാൾ പറഞ്ഞു. നാളെ രാജീവിന് വേണ്ടി ഓഫീസിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. രാജീവ് എൻ്റെ ആളാണെന്ന് ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള എല്ലാവർക്കും നാളെ തന്നെ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ്. താങ്ക് യു മാഡം. ആ ഔപചാരികത അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈ ഡോണ്ട് യു കോൾ മീ താര? യു ആർ മൈ ബോസ്, അയാൾ ഓർമ്മിപ്പിച്ചു. നോ, യു ആർ മൈ ഫ്രണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം മതി മാഡവും മിസ് താരയും ഒക്കെ. ഞാൻ ശ്രമിക്കാം. ഈ സൗഹൃദം ഏതറ്റം വരെ പോകുമെന്ന് അറിയണമല്ലോ. സോ
വി വിൽ ബി മീറ്റിംഗ് ടുമാറോ, അവൾ പറഞ്ഞു. യെസ്, ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ മെമ്മറബിൾ ഡേ. വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാകാൻ പോകുന്നത്രേ നാളെ. രാജീവിൻ്റെ ഉള്ളൊന്ന് കാളി. എന്താണ് താരം ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഞാനായിട്ട് രാജീവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയാൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. ഉറങ്ങാൻ കിടക്കും മുമ്പ് അയാൾ സിത്താരയുടെ ഫോട്ടോ എടുത്ത് നോക്കി. നിഷ്കളങ്കമായ പുഞ്ചിരി. സിത്താര, നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത്. നിനക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. എൻ്റെ ഈ അന്വേഷണ യാത്രയിൽ എപ്പോഴെങ്കിലും കാലിടറിയാൽ നിൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ലേ? അയാൾ ഫോട്ടോയോട് ചോദിച്ചു. ഫോട്ടോയിലിരുന്ന് അപ്പോഴും സിത്താര പുഞ്ചിരിച്ചു. ഗുഡ് നൈറ്റ്. അയാൾ ആ ഫോട്ടോ പേഴ്സിൽ വെച്ചു. എന്നിട്ട് നീണ്ടു നിവർന്ന് ഉറങ്ങാൻ കിടന്നു. യാത്രാക്ഷീണവും എ സിയുടെ തണുപ്പും കാരണം അയാൾ പെട്ടെന്ന് ഉറങ്ങി. രാജീവ് പതിവ് പോലെ അതിരാവിലെ ഉണർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്രസ് ചെയ്ത് 8:30 അയാൾ തയ്യാറായി നിന്നു. ചാരനിറത്തിലുള്ള സ്യൂട്ടാണ് അയാൾ ധരിച്ചത്. 9:10 റിസപ്ഷനിൽ നിന്ന് വിളി വന്നു. ഗുഡ് മോർണിംഗ് സാർ. സാറിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട്. താങ്ക് യു, ഞാനിതാ വരുന്നു. ബ്രീഫ് കേസ് എടുത്ത് വാതിൽ പൂട്ടി അയാൾ റിസപ്ഷനിലേക്ക് ചെന്നു. യൂണിഫോം ധരിച്ച ഒരു ഡ്രൈവർ വന്ന് പെട്ടെന്ന് ബ്രീഫ് കേസിനായി കൈനീട്ടി. നെവർ മൈൻഡ്, ഇതിനത്ര ഭാരമൊന്നുമില്ല, പുഞ്ചിരിയോടെ രാജീവ് പറഞ്ഞു. തലയ്ക്കുള്ളിൽ നിന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു. രാജീവ്, നിങ്ങളിപ്പോൾ വെറും മാനേജറല്ല, ഒരു വലിയ കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജറാണ്. ആ പദവിയുടെ പ്രൗഢി പെരുമാറ്റത്തിലും വേണം. വേണ്ട സാർ, ഞാൻ പഴയ രാജീവ് മേനോൻ മാത്രമാണ്. ഇത് വെറും ഒരു താൽക്കാലിക വേഷം മാത്രം. വലിയൊരു കറുത്ത കാറാണ് അയാളെ കൊണ്ടുപോകാൻ വന്നത്. ഡ്രൈവർ ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. അയാൾ കാറിൽ കയറിയിരുന്നു. ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് കാർ മെല്ലെ റോഡിലെ ട്രാഫിക്കിലേക്ക് ഒഴുകിയിറങ്ങി. അരമണിക്കൂറിലേറെ എടുത്തു ഓഫീസിലെത്താൻ. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസ് ഒരു കൂറ്റൻ 6 നില കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. രാജീവ് കാറിൽ നിന്നിറങ്ങിയപ്പോഴേക്ക് ഫിലിപ്പ് ജോണിൻ്റെ നേതൃത്വത്തിൽ 4-5 പേർ വന്ന് പൂച്ചെണ്ട് കൊടുത്ത് അയാളെ സ്വീകരിച്ചു. ഹാർട്ടി വെൽക്കം സാർ. താങ്ക് യു. സാറിന് വേണ്ടി GM വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. 2ാമത്തെ നിലയിലായിരുന്നു ജനറൽ മാനേജർ കേണൽ വിജയ് സക്സേനയുടെ ഓഫീസ്. ലിഫ്റ്റിൽ ഫിലിപ്പിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് രാജീവ് പോയി. ആജാനുബാഹുവായ കഷണ്ടിത്തലയും കട്ടിമീശയുമുള്ള ആളായിരുന്നു സക്സേന. 2 കൈ നീട്ടി രാജീവിനെ അദ്ദേഹം സ്വീകരിച്ചു. വെൽക്കം മൈ ബോയ്. അവർ അല്പനേരം സംസാരിച്ചു. പട്ടാളക്കാരനായിരുന്നെങ്കിലും നല്ല നർമ്മബോധമുള്ള ആളായിരുന്നു സക്സേന. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. അതെടുത്ത് അദ്ദേഹം ഒരു നിമിഷം സംസാരിച്ചു. ഓക്കെ മാഡം, നമുക്ക് കോൺഫറൻസ് റൂമിലേക്ക് പോകാം. മിസ് താരമാധവ് ഉടൻ വരും. അതേ ഫ്ലോറിലുള്ള കോൺഫറൻസ് റൂമിലേക്ക് രാജീവിനെ കേണൽ സക്സേന കൊണ്ടുപോയി. 4-5 മാനേജർമാർ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സക്സേനയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് അഭിവാദനം ചെയ്തു. മീറ്റ് മിസ്റ്റർ രാജീവ് മേനോൻ, അവർ യങ് വൈസ് ക്യാപ്റ്റൻ ഓഫ് ദിസ് ഷിപ്പ്. അദ്ദേഹം ഓരോരുത്തരെയും രാജീവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജീവ് എല്ലാവരുടെയും കൈപ്പിടിച്ച് കുലുക്കി. അപ്പോൾ വാതിൽ തുറന്ന് മിസ് താരമാധവ് കോൺഫറൻസ് റൂമിലേക്ക് കയറി വന്നു. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. ശരീരത്തോട് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു മെറൂൺ സിൽക്ക് സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. കൈ നീളം കുറഞ്ഞ ബ്ലൗസ്, ചുമലൊപ്പം വന്ന് കിടക്കുന്ന മുടി, കഴുത്തിൽ വൈരമാല, കാതുകളിൽ അതിനു യോജിച്ച കമ്മൽ. ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രസന്നമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. എല്ലാവരും അവൾക്ക് അഭിവാദ്യം ചെയ്തു. വെൽക്കം രാജീവ്. പെട്ടെന്ന് താരാമാധവ് അയാൾക്ക് നേരെ കൈനീട്ടി. താങ്ക് യു. അയാൾ കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു. മൃദുവായ കൈവിരലുകളായിരുന്നു അവളുടേത്. പക്ഷേ ആ വിരലുകളിലൂടെ ഒരു കാന്തശക്തി തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് ഞെട്ടലോടെ രാജീവ് അറിഞ്ഞു.